ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ 5ാമത്തെ പാഠഭാഗമായ ദശാംശ രൂപങ്ങളാണ്. അതിൽ പേജ് നമ്പർ 69ലെ പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അതിനു മുമ്പ് ഇതുമായി ബന്ധപ്പെട്ടൊരു കൺസെപ്റ്റ് നമുക്ക് നോക്കാം. നമ്മൾ പേജിൽ കണ്ടല്ലോ, നിങ്ങൾ ബോക്സിൽ കൊടുത്തിരിക്കുന്ന കാര്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? ദശാംശ രൂപത്തിൽ പൂർണ്ണസംഖ്യയെയും ഭിന്നത്തിനെയും വേർതിരിച്ച് കാണിക്കാനാണ് അവയ്ക്കിടയിൽ ഒരു കുത്തിടുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ 45.31. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത്? ഇത് രണ്ട് കുത്തിട്ടിട്ട് വേർതിരിച്ച് വെച്ചിരിക്കുകയാണ്. കുത്തിൻ്റെ ഇപ്പുറത്തുള്ളത് പൂർണ്ണസംഖ്യകളാണ്, അപ്പുറമുള്ളത് എന്താണ്? ഭിന്നസംഖ്യകളാണ്. അപ്പം പൂർണ്ണസംഖ്യയെയും ഭിന്നത്തിനെയും വേർതിരിക്കാനാണ് നടുവിലൊരു കുത്തിടുന്നത്. അതിനെയാണ് നമ്മൾ ദശാംശം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇടത്തോട്ടുള്ള അക്കങ്ങൾ 1ൻ്റെയും 10ൻ്റെയും 100ൻ്റെയും ഗുണിതങ്ങളാണ്. അപ്പോൾ നമുക്കറിയാം 45 എന്ന് പറഞ്ഞിട്ട് 5 ഒറ്റ 4 10, ഇവിടെ എന്തെങ്കിലും ഉണ്ട് 100, ഒറ്റ 10 100, അങ്ങനെ രീതിയിലാണ് പൂർണ്ണസംഖ്യകളുടെ സ്ഥാനവില പോകുന്നത്. ഇനി കുത്തിട്ട് പുറത്തുള്ളത് എന്താണ്? ദശാംശ സംഖ്യകളാണ്, ഭിന്നസംഖ്യകളാണ്. അതിൻ്റെ എങ്ങനെ സ്ഥാനവില പോകുന്നത്? 3 എന്ന് പറയുന്നത് എന്താണ്? 10-1. 10-1 എന്ന് പറഞ്ഞാൽ 1/10. ഇനി 100-1 എന്ന് പറഞ്ഞിട്ട് അടുത്തത് 100-1, പിന്നെ 1000-1. ഇങ്ങനെയാണ് സ്ഥാനവില പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ 45.367 എന്നുണ്ട് വിചാരിക്കുക. ഒരു ഉദാഹരണമാണ്. 5 എന്ന് പറയുന്ന ഒറ്റ, 4 എന്ന് പറയുന്ന 10. അങ്ങനെയാണ് നമുക്കറിയാം ഒറ്റ 10 100. ഇനി ദശാംശം വരികയാണെന്ന് വെച്ചാൽ ഇവിടെ എങ്ങനെ പോവുക? ഇവിടെ 10-1. 3ൻ്റെ സ്ഥാനവില എന്താണ്? 10-1. 6ൻ്റെ സ്ഥാനവില എന്താണ്? 100-1. 7ൻ്റെ സ്ഥാനവില എന്താണ്? 1000-1. അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അത്രയേ ഉള്ളൂ. ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമുക്ക് പേജ് നമ്പർ 69ൽ നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യത്തെ പ്രോബ്ലം നമുക്ക് നോക്കാം. ചുവടെയുള്ള സംഖ്യകളെ സ്ഥാനവില അനുസരിച്ച് എന്താക്കാനാണ്? പിരിച്ചെഴുതാനാണ്. ഓക്കെ, നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പൂർണ്ണസംഖ്യകളെ പിരിച്ചെഴുതാൻ പഠിച്ചിട്ടുണ്ടല്ലേ? അതേപോലെ ഇവിടെ സംഖ്യകളെ പിരിച്ചെഴുതാനാണ്. അപ്പോൾ ആദ്യത്തെ ഉദാഹരണം പ്രോബ്ലം 4.5 ആണ്. ഇവിടെ നമ്മൾ പിരിച്ചെഴുതാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 4 ഒറ്റയുടെ സ്ഥാനത്താണ്, 5 എന്ന് പറയുന്നത് 10-1ൻ്റെ സ്ഥാനത്താണ്. അപ്പോൾ നമ്മൾ എങ്ങനെ പിരിച്ചെഴുതും? അപ്പോൾ എഴുതുന്നത് 4 ഗുണിക്കണം 1 അല്ലേ? 1 അല്ലേ? അതിൻ്റെ 4ൻ്റെ സ്ഥാനവില എന്താണ്? 1 ആണ്. അപ്പം 4 ഗുണിക്കണം 1 കൂട്ടണം 5ൻ്റെ സ്ഥാനവില ഇവിടെ എന്താണ്? 1/10 ആണ്. അപ്പോൾ 5 ഗുണിക്കണം 1/10. ഇങ്ങനെയാണ് നമ്മൾ ആദ്യത്തെ ചോദ്യത്തിന് പിരിച്ചെഴുതേണ്ടത്. എന്താണ്? 4ന് ഒറ്റയുടെ സ്ഥാനത്തെ അക്കമാണ്. അപ്പോൾ 4 ഗുണിക്കണം 1. 5ൻ്റെ സ്ഥാനവില എന്താണ്? 10-1 ആണ്. അപ്പോൾ 5 ഗുണിക്കണം 1/10. ഇനി നമ്മൾ ഈ രൂപത്തിൽ വേർതിരിച്ചെഴുതണം. അതേപോലെ തന്നെ ബോക്സിലാക്കിയിട്ടും നമ്മൾ വേർതിരിച്ചെഴുതണം. രണ്ട് രീതിയിലാണ് നമുക്ക് വേർതിരിച്ചെഴുതേണ്ടത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സ്ഥാനവില എടുത്ത് ഗുണിക്കുക. 4 ഗുണിക്കണം 1, 5 ഗുണിക്കണം 1/10. അപ്പോൾ അത് പൂർത്തിയായി. ഇനി നമുക്ക് ബോക്സിൻ്റെ ഉള്ളിൽ വരയ്ക്കണം. അതിനായിട്ട് നമ്മൾ കള്ളികൾ വരയ്ക്കണം. ഓക്കെ, ഇപ്പോൾ 1 2 3 4 5 6 ഇട്ടു. അപ്പോൾ നമ്മുടെ സംഖ്യ ഏതാണ്? 4.5 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പൂർണ്ണസംഖ്യയുടെ സ്ഥാനവില നമുക്ക് ആദ്യം എഴുതാം. ഒറ്റ 10 100. ഇനി ഭിന്നസംഖ്യയുടെ 10-1, അതായത് 1/10, 1/100, 1/1000. ഇവിടെ നമുക്കുള്ളത് 4.5 ആണ്. അപ്പോൾ 4 നമ്മൾ എവിടെ എഴുതും? 1ൻ്റെ സ്ഥാനത്തല്ലേ എഴുതേണ്ടത്. അപ്പോൾ നമുക്കിവിടെ 4 എന്ന് എഴുതാം. ഇനി 5 നമ്മൾ എവിടെ എഴുതുക? 5ൻ്റെ സ്ഥാനവില എന്താണ്? 10-1 ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ എഴുതാം. ഓക്കെ, അങ്ങനെ ഈ രണ്ട് രീതിയിലാണ് നമ്മൾ ഇത് വേർതിരിച്ച് എഴുതേണ്ടത്. അപ്പോൾ ആദ്യത്തെ പ്രോബ്ലം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്ക് സെക്കൻഡ് പ്രോബ്ലം, രണ്ടാമത്തേത് 4.57 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു സ്ഥാനം കൂടി, അതായത് ഇത് 10-1 ആയിരുന്നു. ഇവിടെ 2 സ്ഥാനം വന്നു അല്ലേ? ഇവിടെ 2 സ്ഥാനം വന്നു. എന്താണ്? 5 എന്ന് പറയുന്ന 10-1, പിന്നെ 7 എന്ന് പറയുന്നത് എന്താണ്? 100-1 ആണ്, 1/100 ആണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ആദ്യം നമ്മുടെ ചോദ്യം ഇങ്ങോട്ടൊന്ന് എടുത്തെഴുതാം. 4.57. പോയിൻ്റ് അല്ല, മലയാളത്തിൽ നമ്മൾ ദശാംശം എന്നാണ് പറയുന്നത്. 4.57. അപ്പോൾ നമുക്ക് 4ൻ്റെ സ്ഥാനവില അറിയാം. എത്രയാണ്? 1 ആണ്. അപ്പോൾ 4 ഗുണിക്കണം 1 എന്ന് നമ്മൾ എഴുതി. ഓക്കെ, കൂട്ടണം. ഇനി 5ൻ്റെ സ്ഥാനവില നമുക്കറിയാമല്ലോ.
1/10. അപ്പോൾ 5 ഗുണിക്കണം 1/10. ഓക്കെ. ഇനി നമുക്ക് അടുത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 7. 7ൻ്റെ സ്ഥാനവില എത്രയാണ്? 7ൻ്റെ സ്ഥാനവില 100ൽ 1 അല്ലേ, 1/100. അപ്പോൾ 7 ഗുണിക്കണം 1/100. ഓക്കെ, സെറ്റാണല്ലോ. അപ്പോൾ നമ്മുടെ സ്ഥാനവില 4ൻ്റെ 1, 5ൻ്റെത് 1/10, 7ൻ്റെ 1/100. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചെയ്യുക. അപ്പോൾ 4 ഗുണിക്കണം 1, 5 ഗുണിക്കണം 1/10, 7 ഗുണിക്കണം 1/100. ഓക്കെ, ഇനി നമുക്കിത് മറ്റ് ബോക്സിലാക്കിയിട്ടും ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ. ആദ്യം നമ്മൾ ബോക്സ് വരച്ചു. ഓക്കെ, ബോക്സ് വരച്ചു. നമ്മുടെ ചോദ്യം എത്രയാണ്? 4.57 നമ്മുടെ ചോദ്യം. അപ്പോൾ 1ൻ്റെ സ്ഥാനവില പൂർണ്ണസംഖ്യയുടെ 1, ഒറ്റ, 10, 100. ഓക്കെ, ഇനി ഭിന്നസംഖ്യ വരുമ്പോൾ എങ്ങനെ? ദശാംശം വരുമ്പോൾ 1/10, 1/100, 1/1000. ഓക്കെ, ഇവിടെ 4 എവിടെ എഴുതും? 4 ഒറ്റയുടെ സ്ഥാനത്താണ് എഴുതേണ്ടത്. 4ൻ്റെ സ്ഥാനവില എന്താണ്? ഒറ്റയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 4 എഴുതി. ഇനി 5 എവിടെ എഴുതും? 5ൻ്റെ സ്ഥാനവില എത്രയാണ്? 5ൻ്റെ സ്ഥാനവില 10ൽ 1, 1/10. അപ്പോൾ 5 അവിടെ എഴുതി. 7ൻ്റെ സ്ഥാനവില എന്താണ്? 1/100. അപ്പോൾ നമ്മൾ അവിടെ എഴുതി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബോക്സ് രൂപത്തിൽ എഴുതേണ്ടത്. ഇപ്പോൾ 2 പ്രോബ്ലം നിങ്ങൾക്ക് വൃത്തിക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത നമുക്ക് 4.572, അതായത് ദശാംശം കഴിഞ്ഞിട്ട് ഒരു സ്ഥാനം കൂടി. അപ്പോൾ അതൊന്ന് നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യം ചോദ്യം ഇങ്ങോട്ട് എഴുതാം. 4.572. അപ്പോൾ 4ൻ്റെ സ്ഥാനവില എത്രയാണ്? 1. 5ൻ്റെത് എത്രയാണ്? 1/10. 7ൻ്റെ എത്രയാണ്? 1/100. 2ൻ്റെ എത്രയാണ്? 1/1000. 1/1000. 1/10, 1/100, 1/1000. ഓക്കെ, അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 4 ഗുണിക്കണം 1. 4 ഗുണിക്കണം 1. ഓക്കെ, കൂട്ടണം. 5ൻ്റെ സ്ഥാനവില എന്താണ്? 5 ഗുണിക്കണം 1/10. ഓക്കെ, 7ൻ്റെ സ്ഥാനവില എന്താണ്? 7 ഗുണിക്കണം 1/100. 2ൻ്റെ സ്ഥാനവില എന്താണ്? 2 ഗുണിക്കണം 1/1000. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ എന്താണ്? 1/10, 1/100, 1/1000. ഇനി നമുക്ക് പട്ടിക രൂപത്തിൽ ഒന്ന് എഴുതി നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ബോക്സ് വരച്ചു. ഓക്കെ, നമ്മുടെ ചോദ്യം എത്രയാണ്? ചോദ്യം 4.4.572. ഓക്കെ അല്ലേ, 4.572. അപ്പോൾ നമ്മൾ പൂർണ്ണസംഖ്യയുടെ സ്ഥാനവില എഴുതാണ് 1, 10, 100. ഓക്കെ, ഭിന്നസംഖ്യയുടെ 1/10, 1/100, 1/1000. ഓക്കെ, ഇവിടെ 4 നമ്മൾ എഴുതിയതും ഒറ്റയുടെ സ്ഥാനത്താണ് എഴുതേണ്ടത്. ഇനി 5 എവിടെ എഴുതും? 5ൻ്റെ സ്ഥാനവില എന്താണ്? 1/10. ഓക്കെ, അപ്പോൾ നമ്മൾ 5 ഇവിടെ എഴുതി. 7ൻ്റെ സ്ഥാനവില എവിടെയാണ്? 1/100. അപ്പോൾ നമ്മൾ അതിൻ്റെ അടിയിൽ എഴുതി. ഇനി 2ൻ്റെ സ്ഥാനവില എന്താണ്? 1/1000. അപ്പോൾ അതും സിമ്പിളാണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്തത് 45.72. ഇവിടെ ഈ പൂർണ്ണസംഖ്യയിൽ ഒരു സ്ഥാനം കൂടിയല്ല. അപ്പോൾ നമുക്ക് നോക്കാം. 45.72. ഓക്കെ, ഇവിടെ 5 ഒറ്റ, 4 10. ഇവിടെ 1/10 സ്ഥാനവിലാണ് എഴുതുന്നത്, 1/100. ഓക്കെ, നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. ഇപ്പം 4 ഗുണിക്കണം എന്താ എഴുതേണ്ടത്? ഇപ്പോൾ 4ൻ്റെ സ്ഥാനവില എന്താണ്? 10. ഓക്കെ, 5ൻ്റെ സ്ഥാനവില എന്താണ്? 5 ഗുണിക്കണം 1. ഓക്കെ, ഇനി 7 വരുന്നത് അല്ലേ? 7, 2. 7ൻ്റെ സ്ഥാനവില എന്താണ്? 7 ഗുണിക്കണം 1/10. ഓക്കെ, ഇനി 2ൻ്റെ സ്ഥാനവില എന്താണ്? 2 ഗുണിക്കണം 1/100. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇവിടെ നമ്മുടെ 45.72. 5 ഒറ്റയുടെ സ്ഥാനത്താണ്, 4 10ൻ്റെ സ്ഥാനത്താണ്. 4ൻ്റെ സ്ഥാനവില 10. അപ്പോൾ 4 ഗുണിക്കണം 10 ചെയ്തു. 5ൻ്റെ സ്ഥാനവില 1. 5 ഗുണിക്കണം 1 ചെയ്തു. ഇനി 7ൻ്റെ സ്ഥാനവില 1/10. അപ്പോൾ 7 ഗുണിക്കണം 1/10. പിന്നെ 2ൻ്റെ സ്ഥാനവില 2 ഗുണിക്കണം 1/100. ഓക്കെ, ഇനി നമുക്കിതൊന്ന് ബോക്സ് രൂപത്തിലൊന്ന് എഴുതി നോക്കാം.
ഓക്കെ, അപ്പം നമുക്ക് ഓക്കെ, നമ്മുടെ ചോദ്യം എന്തായിരുന്നു? 45.72. അപ്പോൾ പൂർണ്ണസംഖ്യയുടെ ഒരിത് വരുമ്പോൾ ഒറ്റ, 10, 100 സ്ഥാനമില്ല. അങ്ങനെയാണ് ദശാംശ സംഖ്യയുടെ 1/10, 1/100, 1/1000 അല്ലേ? 45.72 ഓക്കെ. അപ്പോൾ നമുക്ക് 4 എവിടെ എഴുതും? 10ൻ്റെ സ്ഥാനത്താണ് എഴുതേണ്ടത്. 4ൻ്റെ സ്ഥാനവില എന്താണ്? 10 ആണ്. 5ൻ്റെ സ്ഥാനവില ഏതാണ്? 1 ആണ്. അപ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് എഴുതി. 7ൻ്റെ സ്ഥാനവില 1/10 ആണ്. അപ്പോൾ 1/10ൻ്റെ താഴെ എഴുതി. 2ൻ്റെ സ്ഥാനവില 1/100 ആണ്. അപ്പോൾ 1/100ൻ്റെ സ്ഥാനത്ത് നമ്മൾ 2 എഴുതി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ലാസ്റ്റ് ചോദ്യമാണ്. 457.2 457.2 ഓക്കെ. 457.2 ഇവിടെ 7ൻ്റെ സ്ഥാനവില എത്രയാണ്? ഒറ്റ. 5ൻ്റെത് 10, 4ൻ്റെത് 100, 2ൻ്റെത് 1/10. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അത് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് 457.2 അപ്പോൾ സ്ഥാനവിലയൊക്കെ നമ്മൾ മനസ്സിലാക്കി. 4ന് 100ൻ്റെ 100ആണ്. 5, 10, 7ന് ഒറ്റ 10, 100. ഓക്കെ, അപ്പോൾ 4 ഗുണിക്കണം 100 കൂട്ടണം 5 ഗുണിക്കണം 10 കൂട്ടണം 7 ഗുണിക്കണം 1 കൂട്ടണം 2ൻ്റെ സ്ഥാനവില എത്രയാണ്? 1/10. 2 ഗുണിക്കണം 1/10. ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ബോക്സ് ടൈപ്പിലൊന്ന് എഴുതി നോക്കാം. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 457.2 ഓക്കെ. ഒറ്റ, 10, 100. ഇവിടെ നമുക്ക് 1/10, 1/100, 1/1000. ഓക്കെ, 4 നമ്മളെവിടെ എഴുതും? 100 അല്ലേ? 4ൻ്റെ സ്ഥാനവില 100 ആണ്. 5ൻ്റെ സ്ഥാനവില 10 ആണ്. 1ൻ്റെ സ്ഥാനവില എത്രയാണ്? 7ൻ്റെ സ്ഥാനവില 1 ആണ്. ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റ്യന് 457.2 2ൻ്റെ സ്ഥാനവില എന്താണ്? 1/10. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് പേജ് നമ്പർ 69 പ്രോബ്ലംസ് ആണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് പേജ് നമ്പർ 71 പ്രോബ്ലംസ് ആണ്. അത് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.